നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കൊണ്ടുപോവുക. അവൻ ഇനി ജീവനോടെ വന്നാലും ശരി, ഇല്ലെങ്കിലും ശരി, അവന്റെ ജീവന് യാതൊരുവിധ വിലയുമില്ല. ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ മാങ്കൂട്ടം വിഷയം കേട്ട് കേട്ട് മടുത്തു എന്നറിയാം. പക്ഷെ എന്നിരുന്നാലും ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. പറയാതെ പോകാൻ പറ്റാത്തൊരു സാഹചര്യവുമാണ്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇപ്പോൾ എത്ര പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്? രാഹുൽ ഈശ്വർ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ PS-ഉം ഡ്രൈവറും, അതുപോലെ തന്നെ ഈ പരാതിക്കാരിയുടെ ഈ അതിജീവിതയുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചു, സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്ന പേരിൽ 2 പേർ അല്ലാതെയും. ഇതിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പോലീസ് വിശേഷിപ്പിക്കുന്ന മുഖ്യ കണ്ണിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. നമ്മുടെ അടൂർ പ്രകാശ് പറയുന്നത് മുഖ്യമന്ത്രി ഇറക്കിവിട്, ക്ലിഫ് ഹൗസിലൊക്കെ രാഹുൽ മാങ്കൂട്ടം ഇരിക്കും, നമുക്കറിയാം, അങ്ങോട്ട് ഇറക്കിവിട് എന്നാണ് പറയുന്നത്. ചില പാവം പിടിച്ച ആൾക്കാർ ഇതിന് പിന്നിലുണ്ട്. അതായത് നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ PS പേഴ്സണൽ സ്റ്റാഫും ഡ്രൈവറിനെയും കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചുകൊണ്ടു പോയിരുന്നു. അവരെ പിടിച്ചുകൊണ്ടു പോയിട്ട് ഇപ്പോൾ ഒരു രാത്രിയും ഒരു പകലും പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെയും യാതൊരുവിധ വിവരവും ആ കുടുംബാംഗങ്ങൾക്ക് പോലും ഇല്ല. തുടർന്ന് മരിച്ചോ ജീവനോടെ ഉണ്ടോ കിട്ടിയിരിക്കുന്ന കേരള പോലീസിന്റെ കയ്യിലാണല്ലോ. കേരള പോലീസിന്റെ സ്വഭാവമൊക്കെ എല്ലാവരുടെയും അല്ല, പക്ഷെ എന്നാലും അധികം ആൾക്കാരുടെയും സ്വഭാവമൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. പല CCTV ദൃശ്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടാത്ത ചുരുക്ക് ഒരുപക്ഷെ ഇവറ്റുകളോട് തീർക്കാനുള്ള സാഹചര്യവും ഉണ്ട്. അതുകൊണ്ട് തന്നെ DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഈ 2 പേരുടെയും കുടുംബം. ബലാത്സംഗ കേസിൽ പ്രതിയാകുകയും ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തേടി പരക്കം പാഞ്ഞ് പ്രത്യേക അന്വേഷണ സംഘം. എത്രയും വേഗം രാഹുലിനെ കണ്ടെത്തണമെന്ന ഉന്നത നിർദ്ദേശത്തെ തുടർന്നാണ് രാഹുലിനായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. കർണാടകയിലും തമിഴ്നാട്ടിലും അടക്കം പരിശോധനകൾ ശക്തമായി നടക്കുന്നുണ്ട്. ഇടയ്ക്കിടെ രാഹുലിന്റെ ഫോൺ ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്നു. ഇത് അന്വേഷണത്തെ വഴിതെറ്റിക്കാനാണോ എന്ന സംശയവും ശക്തമാണ്. ഇതിനിടെ അന്വേഷണത്തിന്റെ പേരിൽ രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫുകളെ കസ്റ്റഡിയിൽ എടുത്ത് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. MLAയുടെ പേഴ്സണൽ സ്റ്റാഫ് ആൽവിൻ, ഡ്രൈവർ ഫസൽ എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. MLA ഓഫീസിലെ ജീവനക്കാരനാണ് ആൽവിൻ. ഇരുവരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയാണ് സൂചന. രാഹുലിനെ ഒളിവിൽ പോകാൻ സഹായിച്ചത് ഇവരാണ് എന്ന് ആരോപിച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ പേരിൽ കേസ് ചുമത്തിയിരുന്നില്ല. ഇന്നലെ രാവിലെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്ത ഇരുവരും എവിടെയാണ് എന്ന് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അറിവില്ല. ഇതോടെ ആശങ്കയിലായ സുഹൃത്തുക്കൾ DGPക്ക് പരാതി നൽകി. പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇവർ എവിടെയാണ് എന്നറിയില്ല. ഇതോടെയാണ് ഇവരെ തടങ്കലിൽ വെച്ചിരിക്കുന്നത് അന്യായമാണ് എന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയത്. അഡ്വക്കേറ്റ് ശേഖർജി തമ്പി മുഖേനയാണ് പരാതി നൽകിയിരിക്കുന്നത്. രാഹുലിന്റെ ഡ്രൈവറായ ഫസലിനെ ഇന്നലെ ഉച്ചകഴിഞ്ഞ് 2:30 ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ എടുത്തത്. അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ ഫസൽ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. എന്നിട്ടും ഫസലിനെ എവിടെയാണെന്നോ തടങ്കലിൽ വെച്ചിരിക്കുന്ന സ്ഥലം എവിടെയെന്നോ അതിനെക്കുറിച്ച് യാതൊരുവിധ അറിവും കുടുംബത്തിന് നൽകിയിട്ടില്ല പോലീസ് ഇതുവരെ. 24 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. രാഹുൽ കേസിൽ പ്രതിയായതിന്റെ പേരിൽ പ്രതികളുടെ ബന്ധുക്കളെയോ കൂട്ടാളികളെയോ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നത് നീതീകരിക്കാൻ കഴിയില്ല എന്ന പരാതിയിൽ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം നടപടികൾ ന്യായമോ നിയമപരമോ അല്ല. ഇത് ശ്രീ ഫസലിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ കടുത്ത ലംഘനവും ധ്വംസനവുമാണെന്നാണ് ഹർജിയിൽ പറയുന്നത്. കേസിൽ ഫസൽ ഒരു പ്രതിയല്ല. ആരോപിക്കപ്പെടുന്ന സംഭവത്തിലോ കേസിലെ വസ്തുക്കളിലോ അദ്ദേഹത്തിന് യാതൊരുവിധ പങ്കുമില്ല. അദ്ദേഹത്തെ വിവരങ്ങൾ ഒന്നും അറിയിക്കാതെ തടങ്കലിൽ വെക്കാനുള്ള SITയുടെ നടപടി നിയമവിരുദ്ധമായ കസ്റ്റഡിക്ക് തുല്യമാണ്. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ DGPയുടെ ഓഫീസ് ഉടൻ ഇടപെടുകയും ഫസൽ അബ്ബാസിനെ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും നിലവിലെ അവസ്ഥയെക്കുറിച്ചും എത്രയും വേഗം കുടുംബത്തെ അറിയിക്കുകയും ചെയ്യണമെന്നാണ് അഭിഭാഷകൻ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. രാഹുലിന് കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ MLAയെ കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നും ഫോണിൽ ബന്ധപ്പെട്ടിട്ടില്ലെന്നും സ്റ്റാഫ് അംഗങ്ങൾ പ്രതികരിച്ചിരുന്നു. ബലാത്സംഗം, നിർബന്ധിതവും അശാസ്ത്രീയവുമായ ഗർഭചിത്രം കേസിൽ
ഒളിവിൽ കഴിയുന്ന കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു. അതിനിടെ ഫോൺ ഓൺ ചെയ്ത് അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനുള്ള നീക്കമാണ് എന്ന വിലയിരുത്തലും SITക്കുണ്ട്. രാഹുൽ കഴിയുന്ന ഒളിയിടത്തിലാവില്ല ഓണായ ഫോൺ എന്നതാണ് വിലയിരുത്തൽ. സഹായികളുടെ ആരുടെയെങ്കിലും പക്കൽ ഫോൺ നൽകിയ ശേഷമാകാം ഒളിത്താവളങ്ങൾ മാറി രാഹുൽ കാണാമറയത്ത് ഇരിക്കുന്നത് എന്നും പോലീസ് കരുതുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യ ഹർജിയിൽ തീരുമാനമാകും വരെ ഒളിവിൽ കഴിയാനുള്ള നീക്കത്തിലാണ് രാഹുൽ എന്നും സൂചനയുണ്ട്. ഫോൺ ഓണായപ്പോൾ കർണാടകയിലെ തെക്കൻ ജില്ലയിലായ ദക്ഷിണ കന്നഡയിലെ സുള്ളിയിലാണ് അവസാന ലൊക്കേഷൻ കാണിച്ചത്. പോലീസ് സംഘം അരിച്ചുപിറക്കിയിട്ടും പിടികൂടാൻ കഴിഞ്ഞിട്ടുമില്ല. ബാംഗ്ലൂരിലെ മുതിർന്ന അഭിഭാഷകരുടെ സംരക്ഷണത്തിലാണ് രാഹുൽ ഉള്ളതെന്നും വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് പാഞ്ഞെങ്കിലും പോലീസിൽ എത്തും മുമ്പ് തന്നെ രാഹുൽ ഒളിത്താവളം വിട്ടിരുന്നു. ബാംഗ്ലൂരിൽ കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല മറ്റ് ചില പാർട്ടികളിൽ ഉൾപ്പെടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരുടെയും സഹായം രാഹുലിന് കിട്ടുന്നുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച നിർണായക വിവരം. എന്തായാലും രാഹുൽ അല്പസമയം മുൻപ് ഹൈക്കോടതിയിലേക്ക് അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി പരിശോധിക്കും, ഇന്ന് തന്നെ പരിശോധിക്കുമെന്ന ആദ്യഘട്ടത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. എന്നാൽ അത് മാറുകയും ഇന്നത്തേക്ക് പരിശോധിക്കില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. ജസ്റ്റിസ് K ബാബുവിന്റെ 5D കോർട്ടിലാണ് രാഹുൽ ജാമ്യ ഹർജി നൽകിയത്. അഡ്വക്കേറ്റ് S രാജീവ് കോടതിയിൽ തന്നെ രാഹുലിന്റെ വക്കീലായിട്ടുള്ള എറണാകുളത്ത് തന്നെ ഏറ്റവും പ്രഗത്ഭരായ വക്കീലന്മാരൊരാളായിട്ടുള്ള S രാജീവ് ഇപ്പോഴും കോടതിയിൽ തന്നെ തുടർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ വൈകിയാണെങ്കിലും ഇന്ന് തന്നെ ജാമ്യാപേക്ഷ എടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. നാളെ ശനിയാഴ്ച ജാമ്യം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ജാമ്യം ലഭിക്കുകയില്ല. എന്തായാലും എന്തായിരിക്കാം ഉടനടിയുള്ള തീരുമാനം എന്ന കാര്യത്തിൽ സംശയമുണ്ട്. രാഹുലിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, രാഹുൽ ഇപ്പോൾ സേഫ് പ്ലേസിൽ എവിടെയുണ്ട്. പക്ഷെ ഈ ഒന്നും അറിയാത്ത രാഹുലിന്റെ ഈ സ്റ്റാഫ് അംഗങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾ, അവർക്കൊക്കെ ആരാണ് ഉത്തരം പറയുക എന്നുള്ള ചോദ്യമാണ് ഉയർന്നത്. എന്തായാലും ഇതൊന്നും ഇവിടെ അധിക നാൾ വെച്ച് പൊറുപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് ജനം അടിയുറച്ച് പറയുകയാണ്.